മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ജമാഅത്ത് പ്രസിഡന്റ് തണ്ടുമ്മൽ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പിഞ്ചു മക്കൾക്ക് കിട്ടേണ്ട ദീനീപരമായിട്ടുള്ള അറിവും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് അറിവുകളും ആ കിട്ടേണ്ട സമയത്ത് തന്നെ അവർക്ക് കിട്ടണം. ഇന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്ന പല വാർത്തകൾ ഇന്ന് ദിവസം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ദിവസം 2-3 രക്ഷിതാക്കൾ വരാത്ത ദിവസം ഉണ്ടായില്ല. കാരണം എന്നെ മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം പോലും അവിടെ മുനിസിപ്പാലിറ്റിയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് അവർക്കൊരു തണലേകം എന്ന് കരുതിയിട്ടാണ് അവർ നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയത്. അത് നാളെ നമ്മൾക്ക് ആ പ്രായം നമ്മൾക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുക. ഇന്ന് ഒരുപാട് രക്ഷിതാക്കൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുന്ന കുറച്ച് പണം ഉള്ളിട്ട് വളരെ പാവപ്പെട്ട, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മറിച്ചുണ്ടാവാം, വളരെ പാവപ്പെട്ട വീടുകളിൽ നന്നായിട്ട് അവരുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ഷെഫീഖ് തങ്ങൾ ദാരിമി ചന്തേര കുട്ടികൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകി. NMJ അൽബിർ മാനേജ്മെന്റ് സമീർ ഉദിനൂർ സ്വാഗതം പറഞ്ഞു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് കുഞ്ഞി, ജമാഅത്ത് ട്രഷറർ PK കുഞ്ഞബ്ദുള്ള, മുസ്തഫ മൗലവി, KP അബൂബക്കർ, മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. SKSSF കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് സയ്യിദ് യാസിർ തങ്ങൾ ജമലുൽ ലൈലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പടന്നക്കാട് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് നാസിൻ തങ്ങൾ ജമലുൽ ലൈലി കുട്ടികൾക്കായുള്ള ബാഗ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.